ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നതേ ഈ ചട്ടി കണ്ടോ, ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഈ ചട്ടിയും ഈ ഇരിക്കുന്ന ചാക്ക് കണ്ടോ, ചാക്കിനകത്ത് ഈ ചട്ടിക്കകത്ത് നിറയ്ക്കാനുള്ള മിശ്രിതമാണേ. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. ഇത് മാത്രമല്ല, കുറച്ച് പച്ചക്കറി തൈ കൂടെ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കൃഷിഭവനിൽ നിന്ന് ഇങ്ങനെ ഗ്രാമസഭ കൂടി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ വെറുതെ കിട്ടിയതല്ല, ഒരു 1000 രൂപ നമ്മൾ അടയ്ക്കുമ്പോഴാണ്. ഞാൻ ഒരു 1000 രൂപ അടച്ചപ്പോൾ ഞങ്ങൾക്ക് 20 ചട്ടിയും ആ ചട്ടിക്കകത്ത് നിറയ്ക്കാനുള്ള മിശ്രിതവും കിട്ടി കേട്ടോ. മിശ്രിതവും അതുപോലെ തന്നെ ആ ചട്ടിക്കകത്ത് നിറയ്ക്കാനുള്ള പച്ചക്കറി തൈകളും കിട്ടി. 1000 രൂപ എടുത്തപ്പോൾ 20 ചട്ടിയും അതിനുള്ള മിശ്രിതമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതേ കണ്ടോ, ഇതാണ് നമുക്ക് കിട്ടിയ ചട്ടികളും അതുപോലെ മിശ്രിതവുമേ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നിറച്ച് നമുക്ക് പച്ചക്കറി തൈകളൊക്കെ ഒന്ന് നടാം. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ചട്ടിക്കകത്ത് ഇതെല്ലാം നിറച്ച് ഒന്ന് ആ കിട്ടിയ തൈകളൊക്കെ ഒന്ന് നടാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു 10 ചട്ടി എടുത്ത് നിരത്തി വെച്ചിരിക്കുവാണേ. അപ്പം നമുക്ക് ഇതിനകത്ത് ഇതെങ്ങനെയാണ് നടുന്നതെന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, 10 ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. സാമാന്യം വലിപ്പമുള്ള ചട്ടിയാണ് കേട്ടോ. പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് ഇത്രയും ഉള്ള ചട്ടി മതി. കാരണം നമ്മൾ വെണ്ടയും വഴുതനയും അതുപോലെ തന്നെ മുളക്, തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളല്ലേ നടുന്നത്. പിന്നെ പയറാണെങ്കിലും നമുക്ക് ഒരു ചോട് സുഖമായിട്ട് ഇതിനകത്ത് നടാവേ. അപ്പോൾ ഇതിനകത്ത് ഇതെങ്ങനെയാണ് മിശ്രിതം നിറച്ച് ഇത് നടുന്നത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അതിനു വേണ്ടിയിട്ടേ ആദ്യം നമ്മളിത് പറമ്പിലുണ്ടായിരുന്ന കുറച്ച് കരിയിലയൊക്കെ ഒന്ന് അടിച്ചു കൂട്ടിയെടുത്തേ. ഇതെന്തിനാണെന്നല്ലേ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറച്ച് പുല്ല് പറിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം ആ ചട്ടിക്കകത്തേക്ക് കുറച്ച് പുല്ല് നിറച്ച് വെക്കാമെന്ന് കരുതി. ആ പുല്ല് പറിച്ചത് ഒരു ദിവസം ഒന്ന് വാടിയിട്ടാണ് കേട്ടോ എടുത്തത്. 2 ദിവസം ഒന്ന് ഇട്ട് ആ പുല്ലൊന്ന് വാടിക്കഴിഞ്ഞപ്പോൾ ആ പുല്ലെടുത്ത് ചട്ടിയുടെ ഏറ്റവും അടിയിലിട്ടേ. എന്നിട്ട് നമ്മൾ ആ തൂത്തുവാരി കൂട്ടിയ കരിയില ഉണ്ടല്ലോ, ആ കരിയില എല്ലാം കൂടെ ആ പുല്ലിന് മുകളിലേക്ക് ചട്ടിക്കകത്തേക്ക് നിറച്ചു. ഒരു പകുതിയോളം നിറയ്ക്കുന്നുണ്ടേ. കണ്ടോ, ഇത് ഇതുപോലെയാണ് നിറച്ചിരിക്കുന്നത്. ആ ചട്ടിക്കകത്തൊക്കെ ആ വാടിയ പുല്ല് ഏറ്റവും അടിയിൽ നിറച്ചിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് കരിയിലയും കൂടെ നന്നായിട്ട് അമർത്തി നിറച്ച് വെച്ചിരിക്കുക. കണ്ടോ, ഇങ്ങനെ നിറച്ച് വെച്ചേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവേ. കണ്ടോ, 10 ചട്ടിയാണ് ഇപ്പം നമ്മൾ നിറച്ചിരിക്കുന്നത്. ഇനി 10 ചട്ടി കൂടെ ഉണ്ട്, അത് പുറകെ നിറയ്ക്കാമെന്ന് കരുതി. ഇത് കണ്ടോ, ഒരു വലിയ ചാക്ക് നിറച്ച് ചാണകപ്പൊടി വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നതാണേ. ഇതിന് ഇവിടെ ഒരു ചാക്ക് ചാണകപ്പൊടിക്ക് 150 രൂപയാണ് വിലയെ. അപ്പം നമ്മൾ ഓരോ ചാക്ക് എടുത്ത് വെച്ചിട്ട് തീരുമ്പോൾ എടുത്തുകൊണ്ട് വരും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ അതിപ്പോൾ ഒരു ചാക്ക് എടുത്തുകൊണ്ട് വന്നതാണ് ഈ ചട്ടി നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് പൊട്ടിച്ചെടുക്കുക. ചെടിച്ചട്ടിക്കകത്തെല്ലാം പച്ചിലയും കരിയിലയും അതുപോലെ തന്നെ ചാണകവും കൂടെ നിറച്ച് വെച്ചിരിക്കുവാണ്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അതൊന്ന് താഴാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരുന്നോളൂ. അതിന് വേണ്ടിയിട്ട് പുല്ലും അതുപോലെ തന്നെ കരിയിലെന്ന് പറയുന്നത് നന്നായിട്ട് താഴും. ഒന്ന് അവിഞ്ഞ് താഴോട്ടിരിക്കുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ അതിൻ്റെ മേളിലോട്ട് ചാണകം കൂടി ഇടുമ്പോൾ ആ 3 സാധനങ്ങളും താഴോട്ട് നന്നായിട്ട് അവിഞ്ഞ് താഴോട്ടിരിക്കുവേ. ഇനി നമുക്ക് അതിൻ്റെ മേളിലോട്ട് ആ കിട്ടിയിരിക്കുന്ന മിശ്രിതം, നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ആ മിശ്രിതവും കൂടെ, ആ നടിയിൽ മിശ്രിതമില്ലേ, അതുകൂടെ നിറയ്ക്കണം. അപ്പോൾ ഇതിനകത്തൊക്കെ നിറച്ച് ഒന്ന് വെള്ളം ഒന്ന് ഒഴിക്കട്ടെ. ഇതാണ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ മിശ്രിതം നിറച്ച ചാക്കേ. അതിൻ്റെ പേരെന്തോന്ന് വെച്ചില്ല, ചാക്കയിൽ എന്തുവാ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അതെനിക്കെപ്പറ്റി കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിക്കാമെന്ന് കരുതി വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ നടിയിൽ മിശ്രിതവേ. കണ്ടോ, ഇതാ. ഇനി നമുക്കിത് ചട്ടിക്കകത്തേക്ക് ഇടുമ്പോൾ കാണാവേ. കണ്ടോ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ മണ്ണേ. ഇതിനകത്ത് ചിലപ്പോൾ വളമൊക്കെ ചിലപ്പോൾ ചേർന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ചട്ടിയിലോട്ടും ആ നടിയിൽ മിശ്രിതം നിറയ്ക്കുവാണേ.
അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും ഇത് അറിയണമെന്നില്ല. കൃഷിഭവന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്, പക്ഷെ പലരും ഇത് അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് കൃഷിഭവൻ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ കിട്ടാനുണ്ടോ എന്നൊക്കെ എന്നുള്ളത് അറിയാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ഇത് പ്രത്യേകിച്ച് ആരും അറിയിച്ചിട്ടൊന്നുമല്ല ഇത് കാണുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് കൃഷിഭവനിൽ പോയി തിരക്കും, എന്തെങ്കിലും നമുക്ക് കിട്ടാനുണ്ടോ, എന്തെങ്കിലും വല്ല ആനുകൂല്യങ്ങളും ഉണ്ടോ എന്നൊക്കെ തിരക്കുന്ന വഴിക്ക് നമ്മൾ അറിയുന്നതാണ്. അല്ലാതെ നമ്മളെ ആരും അറിയിക്കുന്നതോ എടുക്കുന്നതൊന്നും അല്ല. അപ്പം ഇങ്ങനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കൃഷിഭവനിലൊക്കെ പോയി ഒന്ന് അന്വേഷിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃഷിഭവനിൽ നിന്നൊക്കെ ഇപ്പം ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ലഭിക്കും. അപ്പം ഇത് മുഴുവൻ നിറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. ആദ്യം തക്കാളി നടാം കേട്ടോ. നമുക്ക് അവിടുന്ന് കിട്ടിയ തൈ തന്നെയാ, ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു. കിട്ടിയിട്ട് 2 ദിവസമായി കേട്ടോ. അത് കാരണം അതിൻ്റെ ആരോഗ്യമൊക്കെ ഒരു സ്വല്പം പോയ പോലെ നിൽക്കുന്നത്. തക്കാളി ഒരു 3 തൈ നടുന്നുണ്ട്. 4 തൈ കിട്ടിയതാണ്. ഒരെണ്ണം അതിൻ്റെ തണ്ട് ചീഞ്ഞു പോയി. ഇത് കണ്ടോ, അതേ തണ്ട് ചീഞ്ഞു പോയി. ഇത് കാരണം തക്കാളി കിട്ടിയത് മുഴുവൻ നടാം. ബാക്കിയുള്ളതെല്ലാം 1-2 എണ്ണം വെച്ചേ നടുന്നുള്ളൂ. കാരണം മറ്റുള്ള പച്ചക്കറികളൂടെ ഒന്ന് നടേണ്ടതാണ്. ഇന്നിപ്പം ആലപ്പുഴ ടൗൺ വരെ ഒന്ന് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി തൈകളൂടെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് കരുതി. അപ്പോൾ 10 ചെടിച്ചട്ടിക്കകത്ത് നമ്മൾ പച്ചക്കറി വിത്ത് നട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടതാണല്ലോ, പുല്ലും കരിയിലയും ചാണകപ്പൊടിയും ഈ മിശ്രിതം എല്ലാം കൂടെ നിറച്ചാണ് നമ്മളത് നട്ടിരിക്കുന്നത്. ആ പുല്ലും കരിയിലയും ചാണകവും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു വളമായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഈ പച്ചക്കറി തൈകളെല്ലാം നന്നായിട്ട് വളരുകയും ചെയ്യും. ഞങ്ങളിവിടെ ഇങ്ങനെയാണ് പച്ചക്കറി തൈകൾ നടുന്നത്. അപ്പോൾ ഇതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ പുറകെ കാണിക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കഞ്ഞിക്കുഴി ചീരവിത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ചെടിച്ചട്ടിക്കകത്ത് അതൊന്ന് പാകാൻ വേണ്ട ഇതെല്ലാം റെഡിയാക്കി എടുക്കുന്നത്. അതൊന്ന് പാകി കിളിച്ച് വന്നതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം മറക്കാതെ ശ്രദ്ധിക്കണം. നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കൈപ്പറ്റണം. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികളെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും